തിരുവില്ലാമല പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിലെ ചിതാഭസ്മം മോഷണം ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. മൃതദേഹത്തോടൊപ്പം ചിതയിൽ വെക്കുന്ന സ്വർണം ലക്ഷ്യം വെച്ചായിരുന്നു മോഷണം. എങ്ങനെയാണ് ചിതയിൽ സ്വർണം വരിക? എങ്ങനെയായിരുന്നു പ്രതികളുടെ മോഷണ രീതി? നോക്കാം. എക്സ്പ്ലെയിൻ. മഹാഭാരത യുദ്ധശേഷം പിതൃക്കൾക്ക് ശാപമോക്ഷം ലഭിക്കുന്നതിനായി പഞ്ചപാണ്ഡവന്മാർ പിതൃതർപ്പണം നടത്തിയെന്ന് കരുതുന്ന ഇടമാണ് ഐതിഹ്യപ്രകാരം ഐവർമഠം. നിളാതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഐവർമഠത്തിൽ പ്രതിദിനം ചിതയൊരുക്കുന്നത് 40 പേർക്ക് വരെയാണ്. ഇടക്കാലത്ത് ഈ ചിതയൊരുക്കിയ ഇടങ്ങളിൽ തോന്നിയ അസ്വാഭാവിക മാറ്റമാണ് ചിതാഭസ്മ മോഷണം കണ്ടെത്തുന്നതിലേക്ക് വഴി തെളിച്ചത്. സംസ്കരിച്ച സ്ഥലത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരുപാട് കുഴിയാക്കി ശാരങ്ങൾ എടുത്തിട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ വന്ന് പാർട്ടിക്കാർ വന്നിട്ട് നമ്മളായിട്ട് ചില വർത്തമാനങ്ങളുണ്ടാവലും ഒരു സ്വാഭാവികമായിട്ടുണ്ടാവും. അത് പരാതികൾ ഉയർന്നതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം അന്വേഷണം നടത്തി. ചിതാഭസ്മം മോഷണം പോകുന്നുവെന്ന വിവരം ഉന്നതയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. ഈ സമയം പ്രദേശവാസികളിൽ ഒരു വിഭാഗം ആളുകൾ സംഘടിച്ചെത്തി മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഈ കാവലിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടിരിക്കുമ്പോൾ അത് എങ്ങനെ അവർ അറിഞ്ഞിട്ടാണോ എന്താണെന്നുള്ള അവർ വന്നിട്ടില്ല. മോഷ്ടാക്കൾക്ക് പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരുമറിയാതെ 3 പേർ മാത്രം രാത്രി പതിയിരുന്നു. പിന്നീട് എനിക്ക് പിന്നിൽ ചിതാഭസ്മം മോഷ്ടിക്കാനെത്തിയ മോഷ്ടാക്കളെ അവർ പിടികൂടുകയായിരുന്നു. അവർ വന്നിട്ടുണ്ടെന്നുള്ള അറിഞ്ഞപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. അങ്ങനെ വന്ന് ഞങ്ങൾ കയറി വന്ന് 2 ഗേറ്റ് കൂടിയും വന്നപ്പോൾ ഞങ്ങളെ കണ്ട വഴിക്ക് അവരിവിടെ ചാക്കിട്ടിട്ട് ഓടി പിന്നാലെ ഓടി. അതിലത്തെ ഒരാളെ പിടുത്തം കിട്ടി. അവരെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. അപ്പോൾ അയാൾ ഉറക്കെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ആ ആളുടെ അമ്മ ഇവിടുന്ന് വന്നു. അവരുടെ കൂടെ ഒരു 5ഓളം ആൾക്കാരുണ്ട്. ആചാരപ്രകാരം ഭർത്താവ് ജീവിച്ചിരിക്കെ മരിച്ച ഭാര്യയുടെ താലിമാലയടക്കം ചിതയിൽ വയ്ക്കുന്ന സമയത്ത് അഴിച്ചെടുക്കാറില്ല. അങ്ങനെയുള്ള മൃതദേഹങ്ങളുടെ ചിതാഭസ്മമാണ് ഈ സംഘം മോഷ്ടിച്ചിരുന്നത്. കഴുത്തുവരെയുള്ള ഭാഗത്ത് ചിതാഭസ്മം ശേഖരിച്ച് പിന്നീട് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുഴയിലെത്തിച്ച് അരിച്ചെടുക്കും. കഴിഞ്ഞ ദിവസം പിടിയിലായ പ്രതികളിൽ നിന്ന് ഈ സ്വർണം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മൺചട്ടികളടക്കം പോലീസ് പിടിച്ചെടുത്തിരുന്നു. സ്വർണ്ണാഭരണത്തോടൊപ്പം ചിതയിലെറിഞ്ഞ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് പിന്നിൽ പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഐവർമഠത്തിലെ ജീവനക്കാരിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നീട്ടാനാണ് നിലവിൽ പോലീസിന്റെ നീക്കം. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.